ജനുവരി 7-ന് ആരംഭിച്ച അമേരിക്കയിലെ ലോസ് ആഞ്ചലസ് നഗരാതിർത്തിയിൽ കാട്ടുതീ പടരുകയാണ്. അഗ്നിബാധയുടെ തീവ്രത ബാധിത പ്രദേശങ്ങളെല്ലാം പകലും കനത്ത ഇരുട്ടിൽ മൂടിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത്. ഇതേ തുടർന്ന് സർക്കാർ ലോസ് ആഞ്ചലസിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. 1,00,000-ലധികം പേരോട് ഒഴിഞ്ഞുപോകാനും സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. തീ പടരുന്ന ദിശയിൽ 13,000 കെട്ടിടങ്ങളും 10,000 വീടുകളുമുണ്ട്. ബുധനാഴ്ച വൈകുന്നേരം ഹോളിവുഡ് ഹിൽസിൽ പുതിയ തീപിടുത്തമുണ്ടായതോടെ ആകെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാട്ടുതീയുടെ എണ്ണം 6 ഉയർന്നിരിക്കുകയാണ്. ഹോളിവുഡ് ഹിൽസിലെ സൺസെറ്റ് വയർ എന്നറിയപ്പെടുന്ന തീപിടുത്തം നിമിഷങ്ങൾക്കുള്ളിലാണ് 20 ഏക്കറുകളിലേക്ക് വ്യാപിച്ചത്. കുറഞ്ഞത് 5 പേരെങ്കിലും ഇതിൽ മരണപ്പെട്ടുവെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നതും. സിനിമാ താരങ്ങൾ ഉൾപ്പെടെ താമസിക്കുന്ന പസഫിക് പാലസ് പ്രദേശത്ത് 20 ഏക്കറിൽ ആരംഭിച്ച കാട്ടുതീ വളരെ പെട്ടെന്നാണ് 3,000 ഏക്കറുകളിലേക്ക് പടർന്നത്. വരണ്ട കാലാവസ്ഥയും അതിവേഗത്തിലുള്ള കൊടുങ്കാറ്റുമാണ് സ്ഥിതി കൂടുതൽ ഗുരുതരമാകുവാൻ ഇടയാക്കിയതും. പ്രത്യേകിച്ച് ലോസ് ഏഞ്ചൽസിലുണ്ടായ കാട്ടുതീ വലിയ നാശനഷ്ടങ്ങളാണ് വരുത്തിവെച്ചത്. ലോസ് ഏഞ്ചൽസിലുണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ കാട്ടുതീയാണിതെന്ന് US കാലാവസ്ഥാ നിരീക്ഷകർ പറഞ്ഞു. 2 ആഴ്ചയിലേറെയായി കാട്ടുതീ പടരുകയാണ്. ഇതിന്റെ ഫലമായി കാലിഫോർണിയയിലെ പ്രധാനപ്പെട്ട മേഖലകൾ തകർന്നു. ലോസ് ഏഞ്ചൽസ് നഗരത്തിൽ തീപിടുത്തം പടരുന്നതിന് മുമ്പ് തടയുമെന്ന് അഗ്നിശമന സേനാംഗങ്ങൾ അറിയിച്ചെങ്കിലും ഇപ്പോൾ തീപിടുത്തം ലോസ് ഏഞ്ചൽസ് പ്രദേശത്തിന്റെ ഭൂരിഭാഗവും നശിപ്പിച്ചിരിക്കുകയാണ്. തീ ഇപ്പോഴും നിയന്ത്രണാതീതമായി പടരുകയാണ്. ലോസ് ഏഞ്ചൽസിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഗുരുതരമായ ഈ സാഹചര്യത്തെ അഗ്നിശമന സേനാംഗങ്ങൾ നേരിടുവാൻ പാടുപെടുകയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ അഗ്നിബാധ 10,000-കണക്കിന് ആളുകളെയാണ് സാരമായി ബാധിച്ചിരിക്കുന്നത്. പലരും താൽക്കാലിക കേന്ദ്രങ്ങളിലേക്ക് മാറി. അമേരിക്കയിൽ കാട്ടുതീ ഏറ്റവും കൂടുതൽ ബാധിച്ച സംസ്ഥാനങ്ങളിലൊന്നാണ് കാലിഫോർണിയ. കഴിഞ്ഞ വർഷം മാത്രം കാലിഫോർണിയയിൽ ആകെ 40-ലധികം കാട്ടുതീകൾ ഉണ്ടായിട്ടുണ്ട്. കാലിഫോർണിയയിൽ ഒരു മാസത്തിൽ 2-3 തവണ തീപിടുത്തങ്ങൾ ഉണ്ടാകുന്നത് സാധാരണമാണ്. സാധാരണയായി കാട്ടുതീ ആദ്യം ആരംഭിക്കുന്നത് വെഞ്ചുറ എന്ന പ്രദേശത്താണ്. പിന്നീട് സാന്താ ബാർബറ മേഖലയിൽ തീപിടുത്തം ശക്തമാവുകയും പിന്നീട് ലോസ് ഏഞ്ചൽസിലേക്ക് വ്യാപിക്കുകയും ചെയ്തു. കനത്ത തീപിടുത്തത്തെ തുടർന്ന് 3 ലക്ഷം ആളുകൾ കാലിഫോർണിയ വിട്ടുപോയി. 10,000-ലധികം വീടുകളാണ് തീപിടുത്തത്തെ തുടർന്ന് കത്തി നശിച്ചത്. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ കാട്ടുതീകളിൽ ഒന്നാണിത്. ഇത്തവണ കാട്ടുതീ കെടുത്തുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. തീ ലോസ് ആഞ്ചൽസ് മേഖലയിൽ എത്തുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും കെടുത്തിക്കളയുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ അഗ്നിബാധ ലോസ് ഏഞ്ചൽസിലെ വിവിധ മേഖലകളെ കീഴടക്കിയിരിക്കുകയാണ്. ലോസ് ഏഞ്ചൽസ് മേഖലയിൽ മാത്രം 2,90,000 ഏക്കർ ഭൂമിയിലാണ് തീപിടുത്തം പടർന്നത്. തീപിടുത്തം ബാധിച്ച മൊത്തം വിസ്തീർണം ലണ്ടൻ നഗരത്തിന്റെ വലിപ്പത്തേക്കാൾ വലുതാണെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇതുവരെ 7 പേർ തീപിടുത്തത്തിൽ മരിച്ചതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതുമൂലമുണ്ടായ പുക ന്യൂയോർക്ക് നഗരത്തിലേക്കും വ്യാപിച്ചിരിക്കുന്നു. 1000 ഫയർ എഞ്ചിനുകൾ, 32 ഹെലികോപ്റ്ററുകൾ, 8,500 അഗ്നിശമന സേനാംഗങ്ങൾ എന്നിവരാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായത്. ഇതിനായി ഇതുവരെ $750 കോടിയിലധികം ചെലവഴിച്ചത്. തീ അണച്ചതിനു ശേഷം മാത്രമേ നഷ്ടത്തിന്റെ വ്യാപ്തി നിർണ്ണയിക്കാൻ കഴിയൂ. 4,700 കോടിയിലധികം നഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു. തീയണയ്ക്കാൻ ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതിനാൽ വിരമിച്ച 600 ജീവനക്കാരെ ജോലിയിൽ തിരികെ പ്രവേശിപ്പിച്ചാണ് രക്ഷാപ്രവർത്തനം തുടർന്നത്. തീയണയ്ക്കുന്നതിൽ ബൈഡൻ ഭരണകൂടം പരാജയപ്പെട്ടുവെന്നും നിയുക്ത പ്രസിഡന്റ് ട്രംപ് ആരോപിച്ചു.